നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നാളെ തന്നെ കുട്ടനെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ചോദിക്കാൻ എന്താ ഉള്ളത്? നാളെ തന്നെ രണ്ടാളും എസ്റ്റേറ്റിലേക്ക് പൊയ്ക്കോളൂ. ഞങ്ങൾക്കതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല, അല്ലേ ജാനകി? ദേവിക കുട്ടനെയും കൂട്ടി സന്തോഷത്തോടെ എസ്റ്റേറ്റിലേക്ക് പോയിക്കോളൂ. എടാ നീ എന്നോട് ചോദിച്ചേ? എടാ എന്താ ചോദിച്ചേന്ന്? നീ എന്നെ ക്രിമിനലാക്കാൻ നോക്കുവാണോ? ഇല്ലാത്ത കുറ്റം എന്റെ തലയെ ചുമത്താൻ നോക്കുവാണോ? എടാ ആണോന്ന്? ഞാൻ നിന്നെ ജനിപ്പിച്ച ചന്തയാണ്, നീ എന്റെ ചോരയാണ്. അതൊക്കെ മറന്നിട്ടാ നീ എന്നെ സംശയിച്ചത്. ഇതൊക്കെ തെറ്റാ. ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നത് തന്നെ പാവാ. എടാ സിദ്ധു എന്റെ ആരാ? എടാ എന്റെ ചേട്ടന്റെ മോനാ അവൻ, എന്റെ കൂടപ്പിറപ്പിന്റെ മോൻ. എടാ അവൻ എന്റെ സഹോദരന്റെ മകനാണെന്ന് കരുതി അവനെയും നിന്നെയും രണ്ട് കണ്ണുകൊണ്ടല്ല കാണുന്നത്. എടാ എടാ നിന്നെ പോലെ തന്നെ അവനും എന്റെ മോനാ. എന്റെ കുഞ്ഞിനെ ഞാൻ അപായപ്പെടുത്താൻ ശ്രമിക്കുവോ? ശ്രമിക്കുവോന്ന് നീ പറടാ. എടാ നിനക്ക് എന്താ ഭ്രാന്തി പിടിച്ചോ? അമ്മ ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. അച്ഛനെ നീ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. എടാ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനെ സംശയിക്കാൻ മാത്രം നിനക്ക് എന്താ സംഭവിച്ചത്? ആ മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഇതെല്ലാം അവളുടെ ബുദ്ധിയാടാ, ആ ദേവികയുടെ. അച്ഛനെയും മകനെയും തമ്മിൽ ശത്രുവായി പിരിക്കുക. കൊള്ളാം, നല്ല ബുദ്ധി തന്നെ. അമ്മ വെറുതെ ദേവികച്ച് തെറ്റിദ്ധരിക്കരുത്. ചേച്ചി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അവള് നിന്നോട് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിൽ ഈ സംശയത്തിന്റെ വിത്ത് പാകിയതിന്റെ പിന്നിൽ അവള് തന്നെയാ. എനിക്കത് ഉറപ്പാ. അമ്മേ ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഞങ്ങൾക്കേ ഇത്തിരി സ്വസ്ഥത വേണം. ഞങ്ങളെ ഭ്രാന്തി പിടിപ്പിക്കാതെ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അമ്മേ. എന്താ മോളെ? എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. മോള് ചോദിക്കേ, മോൾക്ക് എന്താ അറിയേണ്ടത്? കുട്ടന് ഓർമ്മ തിരികെ കിട്ടാൻ വേണ്ടി പല ശ്രമങ്ങളും ഞാൻ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കുട്ടൻ ഓഫീസിലല്ലാതെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലേക്ക് കുട്ടനെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോ കുട്ടന് നഷ്ടപ്പെട്ട ഓർമ്മകൾ കുറേശ്ശെ തിരികെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ അന്തരീക്ഷത്തിലെത്തുമ്പോ കുട്ടൻ പണ്ടവിടെ ചെലവഴിച്ച നിമിഷങ്ങളും ആ പഴയ അനുഭവങ്ങളും ഒക്കെ കുട്ടന്റെ മനസ്സിലേക്ക് കടന്നു വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് നല്ലൊരു ആശയാ. ദേവിക പറഞ്ഞതുപോലെ കുട്ടൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലേക്ക് അവനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് നല്ലത് തന്നെയാ. ഓഫീസ് കഴിഞ്ഞാൽ സിദ്ധുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ എസ്റ്റേറ്റ് ആണ്. ഏകാന്തത വേണമെന്ന് തോന്നുമ്പോ അവൻ ഒറ്റയ്ക്ക് ആ എസ്റ്റേറ്റിൽ പോയിരിക്കും. അത്രയ്ക്ക് അവൻ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്. ഹെവൻ എന്നാണ് അവൻ ആ എസ്റ്റേറ്റിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ കുട്ടനെ ആ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ചോദിക്കാൻ എന്താ ഉള്ളത്? നാളെ തന്നെ രണ്ടാളും എസ്റ്റേറ്റിലേക്ക് പൊയ്ക്കോളൂ. ഞങ്ങൾക്കതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല, അല്ലേ ജാനകി? ദേവിക കുട്ടനെയും കൂട്ടി സന്തോഷത്തോടെ എസ്റ്റേറ്റിലേക്ക് പോയിക്കോളൂ. രണ്ടുപേർക്കും അതൊരു നല്ല അനുഭവമായിരിക്കും. ഒപ്പം ദേവിക്ക് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം. എന്നാ ഞാൻ കുട്ടനെയും കൊണ്ട് നാളെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയിക്കോളാം. ആയിക്കോട്ടെ. കുട്ടന് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. കൊറേ ഇഷ്ടപ്പെട്ടു. സന്തോഷായോ? ഒത്തിരി സന്തോഷായി. പക്ഷെ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രല്ലേ സന്തോഷായേ? പിന്നെ മലക എന്റെ ഒപ്പം ഉണ്ടല്ലോ, അതെനിക്ക് കൂടുതൽ സന്തോഷായ. ഹായ്
വെള്ളം. എവിടെ കുട്ട? ഏയ്, കുട്ട വേണ്ട, കുട്ട ഓടല്ലേ, കുട്ട നിക്ക്. ഏയ്, കുട്ട കുട്ട നനയോട്ടോ. നോക്ക്. കുട്ട നീങ്ങി വാ. മതി കുട്ട വാ. ഇല്ല, ഞാൻ വരില്ല, വരില്ല മാലാക. കുട്ട പനി പിടിക്കും. ഇല്ല, പനിയൊന്നും വരില്ല. മാലാക വാ. പനി പിടിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇനി വന്നേ. എന്ത് രസാന്നറിയോ? വാ. ഞാൻ വരുന്നില്ല, കുട്ട ഇങ്ങോട്ട് വന്നേ. ഇല്ല, നല്ല രസാ. വാ. ഞാൻ വരുന്നില്ല, കുട്ട ഇങ്ങ് വാ, വന്നേ. ഇല്ല, ഞാൻ വന്നില്ല. കുട്ട മതി കുട്ട. ഇങ്ങോട്ട് ഞാൻ വന്നേ, വരില്ല, വരില്ല. വേഗം എന്നെ വന്നേ. വിളിക്കണ്ട, ഞാൻ വാ വരില്ല. ഇങ്ങോട്ട്. വാ. വേണ്ട, വേണ്ട, ഞാനില്ല. വാ. ഞാൻ- വാ കുട്ട. ഇല്ല, എന്നെ വിട്. വാ ഇങ്ങോട്ട്. എനിക്ക് മതിയായില്ല. വന്നേ ഇങ്ങോട്ട് വാ. ചേട്ടാ, ഇവിടെ ഡ്രസ് മാറാൻ പറ്റിയ റൂമോ വല്ലതും ഉണ്ടോ? ഇതേണ്ട അവിടെ ഒരു റൂമുണ്ട്, അങ്ങോട്ടേക്ക് കിട്ടോ? അവിടെയാണോ? ആ, അവിടെ തന്നെ. ആ കുട്ട വന്നേ, വാ. തോർത്തട്ടെ. ആ കുട്ട, കുട്ടൻ പോയി ഡ്രസ് മാറിട്ടോ, ഞാൻ ഇവിടെ നിന്നോളാം. മാലാക. പേടിയാവുന്നോ? പേടിയൊന്നും വേണ്ട. ദേ ഞാൻ ഇവിടെ തന്നെ നിക്കുവാ. കുട്ടൻ വിളിച്ച ഞാൻ വരും. ദേ ഡ്രസ് എല്ലാം ഈ ബാഗിനകത്തോണ്ട് പോയി മാറിട്ടോ. ചെല്ല ചെല്ല്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. മാലാക. ഓ, ആ, ഞാനിവിടെ ഉണ്ട്. ആ. ഡ്രസ് മാറിക്കോ. അയ്യോ, അയ്യേ പല്ലി. കുട്ട എന്താ, എന്തിനാ നിലവിളിച്ചേ? പല്ലി. പല്ലിയോ? ആ, എവിടെ? ഉള്ളില്. മാലാക വാ, ഞാൻ കാണിച്ചു തരാം. ദേ. അയ്യോ, കുട്ട ഇവിടെ എവിടെയാ പല്ലി? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ? കുട്ട എവിടെയെങ്കിലും ഇല്ല. ദേ അവിടെ ഉണ്ടായിരുന്നു, അവിടെ. അവിടെയോ? ഇല്ലല്ലോ, കുട്ടന് തോന്നിയതായിരിക്കും. അയ്യോ. എത്ര നേരം വെയിറ്റ് ചെയ്യുന്നറിയോ? എന്താ വരാതിരുന്നത്? ചിലപ്പല്ലോ വരാതിരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.